ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. 10th പ്രിലിമിനറി കമ്പനി ബോർഡിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടിൻ്റെ ക്ലാസ് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ വ്യവസായം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി, വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമാധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19-ാം അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതി. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് 1917. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് നെഹ്റുവിനെ. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ടയിൽ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസ ഡി അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസ ഡി അൽബുക്കർക്ക്. വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ-ഫെബ്രുവരി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത് മഹാനദി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവ്വഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കി? 82 ഡിഗ്രി 30 മിനിറ്റ് അല്ലെങ്കിൽ 82 ഡിഗ്രി പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്രയാണ്? 30. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. ഊർജം അളക്കാനുള്ള യൂണിറ്റ് ജൂൾ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാക്കുന്ന ലവണം സോപ്പ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ. ആദ്യത്തേത് നൈട്രജൻ. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചതെന്ന് 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തെ പ്രതിപാദ്യ വിഷയം DDT. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ, മസ്തിഷ്കഭാഗം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തം 32. മനുഷ്യരിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് 1859 ജൂലൈ 26. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. ഒന്നാം ഭക്ഷ്യ വിപ്ലവത്തിന് ഏറ്റവും പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.